1924 വരെയുള്ള കാലഘട്ടമാണ്. ഇതൊക്കെ വളരെ പരിമിതമായ ഒരു കാലഘട്ടം. അതിൽ ആദ്യത്തെ 5-10 വർഷം എന്ന് പറയുന്നത് നമ്മൾ അത്ര കണക്കാക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര കാലം കവിത എഴുതിയിട്ടുണ്ടാകും? 10-35 വർഷം. അപ്പോൾ ആദ്യകാലത്തെ ആ ബാലനായിരുന്ന കാലം കഴിച്ചാൽ ബാക്കിയുള്ളത് അദ്ദേഹം ചിന്താപരമായ ഔന്നത്യത്തിലേക്ക് വരുന്നത് ഈ 10-35 വർഷമാണ്. ഈ 10-35 വർഷം കൊണ്ടാണ് അദ്ദേഹം നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന എല്ലാ കൃതികളും എഴുതിയിട്ടുള്ളത്. ആ എല്ലാ കൃതികളും മലയാളത്തെ പഠിപ്പിച്ചിരുന്നത്, മലയാളത്തെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളത്. അത് ആദ്യകാലത്ത് ഇതുപോലെയുള്ള കൊച്ചു കൃതികൾ, അത് കഴിഞ്ഞ് ഭാവമനോഹരമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ, അത് കഴിഞ്ഞ് പിന്നീട് വരുന്നു പോലെയുള്ള കൃതികൾ. വീണപൂവ്, ചിന്തപ്രസവം, പ്രചോദനം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കൃതികൾ നമ്മൾ വായിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോളേജിലും സ്കൂളുകളിലും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആശാന്റെ ഒരു പരിണാമം, ജീവിത പരിണാമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാവപരിമാണം, അദ്ദേഹത്തിൻ്റെ ആശയപരിണാമമുണ്ട്, ചിന്താപരിണാമം എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ ചിന്താ പരിണാമങ്ങളുടെ ഒരു കഥയാണ് ആശാന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായി ജീവചരിത്രകാരന്മാരല്ല, അദ്ദേഹത്തിൻ്റെ മാനസിക ചരിത്രകാരന്മാർ എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ മാനസിക ജീവിതത്തിൻ്റെ, കാവ്യ ജീവിതത്തിൻ്റെ ചരിത്രകാരന്മാർ നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറയേണ്ടി വരും. നമ്മൾ സാധാരണ തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറയും. എഴുത്തച്ഛൻ ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു, അതിൻ്റെ കാവ്യ രീതി കൊണ്ട് ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ചെറുശ്ശേരി ഒരു വലിയ കാലഘട്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം ആക്ഷേപഹാസ്യത്തിൻ്റെതായ വേറെ ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറയും. പക്ഷേ ഇവിടെ കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്നതാണ്. ആ ഒരു കാലഘട്ടം എങ്ങനെയൊക്കെയായിരുന്നു? ആ ഒരു കാലഘട്ടം പല തരത്തിലുള്ള അപജയങ്ങളുടെയും വരുതിയിൽപ്പെട്ട് അടിമത്തത്തിൽപ്പെട്ട് ഒക്കെ ഉഴന്ന് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആ കാലത്തെ മാറ്റിയെടുക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ചെയ്തത് എന്ന്